ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഗ്ലൂട്ടാത്തയോൺ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് ഒരുപാട് പേര് ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ IV കുറിച്ചൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നാച്ചുറൽ അല്ല, സിന്തറ്റിക് ആണ്. ഈ ഗ്ലൂട്ടാത്തയോൺ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്, എന്താണ് ശരിക്കും ഗ്ലൂട്ടാത്തയോൺ, ഇതെങ്ങനെ നമുക്ക് നാച്ചുറലായി കൂട്ടാം, ഏതൊക്കെ ആയുർവേദ മരുന്നുകൾ ഇതിന് സഹായിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട്. ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതാണ്. നമ്മുടെ ലിവർ സെൽസ് ആണ് ഗ്ലൂട്ടാത്തയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് നോക്കാം. ഇത് വെറുതെ നിറം വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഇതിന് പല ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ടോക്സിൻസ് നമുക്ക് പലതരത്തിലും നമ്മുടെ ബോഡിയിൽ വരാം. നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡ്സ് വഴി വരാം, അതല്ല എങ്കിൽ നമ്മുടെ പൊല്യൂഷൻ, എയർ പൊല്യൂഷനൊക്കെ വഴി വരാം. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ടോക്സിൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറക്കാനും സഹായിക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് മൂലമാണ് നമ്മുടെ ബോഡിയിൽ ചുളിവുകൾ, റിങ്കിൾസ്, പെട്ടെന്ന് ഏജിങ് ഒക്കെ വരുന്നത് തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത്. ഈ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ റാഡിക്കൽസ് കൂടുകയും നമ്മുടെ ബോഡിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കുറയുകയും ചെയ്യുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ബോഡിയിലുള്ള സെൽസിനെയൊക്കെ ഡാമേജ് ചെയ്യുകയും നമ്മുടെ ഓർഗൻസിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഇത് വളരെ സഹായകമാണ്. അതുപോലെ തന്നെ നമ്മുടെ മെലാമിൻ പ്രൊഡക്ഷനെ കുറക്കാൻ വേണ്ടിയിട്ടും ഗ്ലൂട്ടാത്തയോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇത് ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷനെ കുറക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്ലൂട്ടാത്തയോൺ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കുറയുന്നത് നോക്കാം. കുറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഉറക്കക്കുറവ്, അതുപോലെ തന്നെ സ്ട്രെസ്സാണ്. സ്ട്രെസ്സും ഉറക്കക്കുറവും കൊണ്ട് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു വരാം. അതുപോലെ തന്നെ പുവർ ഡയറ്റ്, വളരെ ജങ്ക് ഫുഡൊക്കെ ഒരുപാട് കഴിക്കുക, ഹെൽത്തി അല്ലാത്ത ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുക, ഇതുമൂലവും നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ നാച്ചുറലായിട്ട് കുറയാവുന്നതാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ അമിതോപയോഗം മൂലവും ഗ്ലൂട്ടാത്തയോണിൽ കുറവ് വരും. അതുപോലെ പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസിൻ്റെ കുറവാണ്. എക്സസൈസിൻ്റെ കുറവും ഇതുപോലെ തന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റായ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവിൽ കുറവ് വരുത്തുന്നതാണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഗ്ലൂട്ടാത്തയോൺ കൂട്ടാൻ വേണ്ടിയിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ നല്ല രീതിയിലുള്ള ഉറക്കം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഏതൊക്കെ ആഹാരങ്ങളാണ് നമ്മളെ ഗ്ലൂട്ടാത്തയോണിനെ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നോക്കാം. അതിൽ മെയിനായിട്ട് സൾഫർ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. അതായത് നമ്മുടെ വെളുത്തുള്ളി, അതുപോലെ ഉള്ളിയൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇലക്കറികൾ, ചീര, അതുപോലെ തന്നെ മുരിങ്ങയില, ഇതൊക്കെ നമ്മളെ നാച്ചുറലായിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷനെ കൂട്ടുന്നതാണ്. അടുത്തത് സെലീനിയം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. സെലീനിയം നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷനെ കൂട്ടുന്നുണ്ട്. സെലീനിയം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ബ്രസീൽ നട്ടിലാണ്. സെലീനിയം നമുക്ക് ഡെയിലി ഒരു അഡൽറ്റിന് വേണ്ടത് ഒരു 55 മൈക്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒരു ബ്രസീൽ നട്ടിൽ തന്നെ 55 മുതൽ 70ഓളം മൈക്രോഗ്രാം സെലീനിയം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഒരു ബ്രസീൽ നട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സെലീനിയം നമുക്ക് ഡെയിലി കിട്ടുന്നതാണ്. അപ്പോൾ ബ്രസീൽ നട്ട് വളരെ റിച്ച് സെലീനിയം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ബ്രസീൽ നട്ട്സിലൊക്കെ അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ബ്രസീൽ നട്ടിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. ഒറ്റൊരു ബ്രസീൽ നട്ട് കഴിച്ചാൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സെലീനിയം നമുക്ക് കിട്ടുന്നതാണ്. അതല്ലാതെ നമ്മുടെ കടൽ മത്സ്യങ്ങളിൽ, അതുപോലെ മീറ്റിൽ ഒക്കെ സെലീനിയം അടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ സെലീനിയവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള പേരക്ക അല്ലെങ്കിൽ ഓറഞ്ച്, വാട്ടർമെലൺ പോലുള്ള ഫ്രൂട്ട്സുകൾ നമ്മൾ നന്നായിട്ട് കഴിക്കുക. ഇതും ഗ്ലൂട്ടാത്തിയോണിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. അപ്പം ഭക്ഷണം ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് ആയുർവേദ മരുന്നുകളാണ്. നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ പ്രൊഡക്ഷൻ കൂട്ടാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും ഒക്കെ സഹായിക്കുന്ന 3 ആയുർവേദ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറയാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് അശ്വഗന്ധയാണ്. അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം. അമുക്കുരം ധാരാളം സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ ഇതിൽ വിത്താനിഫറ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് അശ്വഗന്ധ അല്ലെങ്കിൽ അമുക്കുരം നമ്മുടെ കോർട്ടിസോൾ ലെവൽ, അതായത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ലെവൽ കുറക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മൂലമൊക്കെ നമ്മുടെ ബോഡിയിൽ ഗ്ലൂട്ടാത്തയോൺ കുറയുന്നത് തടയാനും ഈ ഒരു അശ്വഗന്ധ കഴിക്കുന്നത് മൂലം സാധിക്കും. അതുപോലെ പിന്നെ ഇതിൻ്റെ നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാത്തയോണിൻ്റെ തന്നെ ആക്ടിവിറ്റീനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും അശ്വഗന്ധ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും സഹായിക്കുന്ന ഒരു മരുന്നാണ് അശ്വഗന്ധ. ഇത് നമുക്ക് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ, അതായത് ഒരു 3 മുതൽ 5 ഗ്രാം വരെയാണ് നമ്മൾ ഡെയിലി എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ഗ്ലാസ് ചൂട് പാലിൽ 1 ടീസ്പൂൺ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ചൊരു കയ്പ് ടേസ്റ്റുള്ള ഇതാണ് അമുക്കുരം, പലർക്കും അറിയായിരിക്കും. അപ്പോൾ ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിൻ്റെ ടാബ്ലറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ടാബ്ലറ്റ്സ് ഓരോ ബ്രാൻഡിൻ്റെയും പല പല ഗ്രാംസ് ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഹിമാലയയുടെ ഒക്കെ അവൈലബിൾ ആണ്. അതാണെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം 1 ടാബ്ലറ്റും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടാബ്ലറ്റും എടുക്കാവുന്നതാണ്. കണ്ടിന്യൂസ് നിങ്ങൾ 1 മാസം മാത്രം കഴിക്കുക. അതിനുശേഷം 1 മാസമൊക്കെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും കഴിക്കാവുന്നതാണ്. നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള, അതായത് IV അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആ കാലം മാത്രമാണ് നമുക്ക് അതിൽ നിന്നുള്ള ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. അത് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ പഴയ പോലെ തന്നെ ആവുന്നതാണ്. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ഇതുപോലുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അത് ബോഡിയിൽ നിലനിൽക്കുന്നതാണ്. നിങ്ങളിപ്പോൾ 1 മാസം കഴിച്ചിട്ട് ഗ്യാപ്പ് എടുത്തതുകൊണ്ട് അത് കുറയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മരുന്ന് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ, അതുപോലെ മറ്റെന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നതാണ്, തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു മരുന്ന് കഴിക്കണം. രണ്ടാമത്തെ ഒരു മരുന്ന് എന്ന് പറയുന്നത് ത്രിബലയാണ്. ത്രിബലാദി ചൂർണം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ത്രിബലയിൽ കടുക്ക, നെല്ലിക്ക, അതുപോലെ താനിക്ക അടങ്ങിയിട്ടുണ്ട്. ത്രിബലാദി ചൂർണത്തിൽ എഷ്ടിം അതുകൂടെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ബോഡിയിലുണ്ട്. ഇത് നെല്ലിക്കയൊക്കെ വിറ്റാമിൻ സി റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാൻ സഹായിക്കുന്നുണ്ട്. ത്രിബലേന ആയുർവേദത്തിൽ ഒരു രസായനമായിട്ടാണ് കണക്കാക്കുന്നത്. രസായനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കുകയും നമ്മുടെ ബോഡിക്ക് ഒരു റെജുവിനേഷൻ തരുന്നതൊക്കെ മരുന്നുകളെയാണ് രസായനം എന്ന് പറയുന്നത്. ഇത് നെല്ലിക്കയൊക്കെ രസായന പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ത്രിബല ചൂർണം നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ആക്ടിവിറ്റി കൂട്ടുകയും സെല്ലിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ത്രിബല സഹായിക്കുന്നതാണ്. നമ്മുടെ നിത്യ യൗവനത്തിനൊക്കെ ത്രിബല എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാനും നമ്മുടെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനും ഒക്കെ ത്രിബല സഹായിക്കും. 1 സ്പൂൺ, അതായത് ഒരു 5 ഗ്രാം, 1 ടീസ്പൂൺ നിങ്ങൾക്ക് തേനിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അതല്ല എങ്കിൽ ത്രിബല ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതാണെങ്കിൽ ഒരു 2 ടാബ്ലറ്റ് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ത്രിബല ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം ചെറിയ ക്വാണ്ടിറ്റി മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. വയറിൽ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് 1 ടാബ്ലറ്റ് ആദ്യം എടുത്തു നോക്കുക, പിന്നെ നിങ്ങൾക്ക് 2 ടാബ്ലറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ത്രിബല എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് കഴിക്കാം. ഇതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂസ് 3 മാസമൊക്കെ കഴിക്കാവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് 1 മാസമൊക്കെ ഗ്യാപ്പ് എടുത്ത് വീണ്ടും തുടങ്ങാം. എപ്പോൾ കഴിക്കുന്നത് കൊണ്ടും ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ഒരു മരുന്ന് എന്ന് പറയുന്നത് ശതാവരിയാണ്.
ശതാവരിയും ഇതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷനെ കൂട്ടാനും ഇതൊരു നാച്ചുറൽ ഇതിലടങ്ങിയിട്ടുള്ള സപ്പോണിൻ അതുപോലെ ഫ്ലാവനോയിഡ്സ് എന്നൊക്കെ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് വളരെ എഫക്റ്റീവാണ്. ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടാനും ഗ്ലൂട്ടാത്തയോണിൻ്റെ ആക്ടിവിറ്റി കൂട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശതാവരിയും നമുക്ക് ഈ ഇങ്ങനെ നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതും നമുക്ക് ഒരു ടീസ്പൂൺ ഉപയോഗിക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല ചൂട് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ്. ശതാവരി കിഴങ്ങ് നമ്മൾ തോരനൊക്കെ ആയിട്ട് ചിലവർ കഴിക്കാറുണ്ട്. അങ്ങനെയും നമുക്കിത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഗ്യാസിൻ്റെ ഒക്കെ ഭയങ്കര പ്രോബ്ലം ഉള്ളവർ, പെട്ടെന്ന് ഗ്യാസൊക്കെ വരുന്നവരുണ്ടാവും, ചിലപ്പോൾ ചില ഭക്ഷണങ്ങളൊന്നും പിടിക്കാത്തവർ, അങ്ങനെയുള്ളവർ ശതാവരി കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. ചിലർക്കിത് വയറിൽ പറ്റാത്ത പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ ഒക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. അതുപോലെ തന്നെ ഇതും നമ്മൾ ഒരു മാസം കഴിച്ചിട്ട് ഗ്യാപ്പ് എടുത്തതിന് ശേഷം വേണം കഴിക്കാൻ. അശ്വഗന്ധ പോലെ തന്നെ ശതാവരിയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ ഈ 3 മരുന്നുകളും നമ്മുടെ ഗ്ലൂട്ടാത്തയോൺ പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ഗ്ലൂട്ടാത്തയോണിൻ്റെ ആക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന 3 ആയുർവേദ മരുന്നുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.